ഹലോ മൈ ഡിയേഴ്സ്, ഞാൻ സിജി ബിജു. നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് പല ആൾക്കാർക്കും ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ട് എങ്കിൽ പോലും റോഡിലിറങ്ങി വണ്ടി ഓടിക്കാനുള്ള ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ ഫോബിയ എന്നൊക്കെ നമ്മൾ അതിനെ ഓമന പേരിട്ട് വിളിക്കുന്നതാണ്. അതായത് എല്ലാം അറിയാം, ലൈസൻസും കയ്യിലുണ്ട്, പക്ഷെ നമ്മൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ വേറൊരു ഡ്രൈവറെ വിളിക്കേണ്ടതായിട്ടുള്ള ഗതികേട് പല വീടുകളിലും ഇന്നുണ്ട്, അല്ലെ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ അകാരണമായിട്ട് ആരെങ്കിലും പറഞ്ഞു തന്ന എന്തെങ്കിലും കാര്യമാവാം കുഞ്ഞുനാൾ മുതലോ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കണ്ടിട്ടുള്ളതാവാം, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും വീഡിയോസിലൂടെ കാണുന്ന എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം മേ ബി ഇതിന് പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് അത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ CBT എന്ന് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വഴിയിട്ട് നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾക്കറിയാം, നോർമലി എല്ലാവരെയും സംബന്ധിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോകുമ്പോൾ നോർമലി പേടിയുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള പേടിയാണ്. ആ ഒരു ഭയം എല്ലാവരെയും സംബന്ധിച്ച് വേണ്ടത് അത്യാവശ്യമാണ്, നമ്മൾ വണ്ടിയിൽ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിനെ അപേക്ഷിച്ച് ആൻസൈറ്റി, അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അത് പറ്റും ഇത് പറ്റും എന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത തോട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഓവറാണ്, അല്ലെ? അപ്പൊ ആ ഒരു ഓവർ തിങ്കിങ്ങിനെ എങ്ങനെയാണ് നമ്മൾക്ക് മാറ്റി നമ്മളെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ നമ്മൾക്ക് കാറ് അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എങ്ങനെ മാറ്റാം, നമ്മളുടെ ചിന്തകളിലൂടെ എങ്ങനെ മാറ്റാം എന്നിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പ്രധാനമായിട്ടും നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നിട്ടുള്ള കാര്യം, അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കാർ ഡ്രൈവ് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ള കാർ എന്നും പറഞ്ഞ് ഡയറക്റ്റ് നാളെ കയറിയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പോകരുത്. പകരം ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടത്. നോർമലി ആൻസൈറ്റി ഒക്കെ ഉള്ളവരെ പറ്റിയിട്ടാണ് ഞാനിത് പറയുന്നത്. സോ ആ ഒരു മൂഡിൽ വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കാൻ. അല്ലാതെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും പേടിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതുമല്ല ഒരിക്കലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് കാമാക്കി മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക എന്നിട്ടാണ്. അതായത് നമ്മളുടെ ബ്രീത്തിലേക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അതായത് നമ്മൾക്കൊരു ആന്തരികമായിട്ടൊരു സമാധാനം ഉണ്ടാക്കിയെടുക്കുക, മാനസികമായിട്ടൊരു ധൈര്യമൊക്കെ നമുക്ക് മെഡിറ്റേഷൻ വഴിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മൈൻഡ്ഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് ഒക്കെ ചെയ്യുന്നത് തന്നെ ഒരു നല്ല ഒരു മെഡിറ്റേഷന് ഉദാഹരണമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് കാമായി അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് പറ്റുന്നതാണ്, ഞാൻ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ നല്ല ധൈര്യശാലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടതായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമ്മളോട് ഈ സെൽഫ് ടോക്കിന്റെ ടൈമിലും നമ്മൾക്ക് എപ്പോഴൊക്കെയാണോ ഒരു പേടി വരുന്നത് ആ ടൈമിൽ നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനത്തെ ഒരു ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് വെരി ഗുഡ്. നിങ്ങളെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ആത്മധൈര്യം കൊടുക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കാൻ. അതിനെയാണ് പോസിറ്റീവ് അഫർമേഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ നന്നായിട്ട് ബ്രീത്തിങ് തെറാപ്പി, അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നോർമൽ ടൈമിൽ നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾക്ക് ബ്രീത്തിനകത്ത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ പല ചിന്തകളും നമ്മളിലേക്ക് വരും. അപ്പൊ നിങ്ങളുടെ ചിന്തകൾ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നശിപ്പിക്കുന്നതും നല്ലതാക്കുന്നത്. അപ്പൊ നമ്മളുടെ ചിന്തകൾ നല്ലതായി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ചിന്തകളെ നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക് വഴിയിട്ട് നമ്മുടെ ആദ്യം ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ആ ഒരു ആൻസൈറ്റിനെ റെഡ്യൂസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമിൽ ബ്രീത്തിങ് ചെയ്തു, അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുക. ബ്രീത്തിങ് ചെയ്തതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് കൗണ്ട് ചെയ്യും. ആദ്യത്തെ ടൈമിൽ നിങ്ങൾ ഒരു 5 ടൈംസ് ബ്രീത്തിങ് ചെയ്യുക. 5 ടൈംസ് തന്നെ, അതായത് 1 2 3 4 5 എന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ട്. 5 ടൈംസ് എന്നിട്ടല്ല, 5 എന്നിട്ട് എണ്ണിയിട്ട് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ബ്രീത്തിന് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്തു. ഇനി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. കണ്ടല്ലോ? അപ്പൊ എന്ത് ചെയ്യുക, ഓരോ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഫോക്കസ് നമ്മളിലേക്ക് തന്നെ വരാൻ പോകും. കാര്യം ഒരേ സമയത്ത് നമ്മൾക്ക് എന്ത് മാത്രമേ പറ്റത്തുള്ളൂ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾക്ക് വെളിയിൽ നിന്നുള്ള ചിന്തകളെ തടയാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. മൈൻഡ്ഫുൾ ആയിട്ട് ബ്രീത്ത് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ ഫോക്കസ് വേറെ എങ്ങും പോകത്തില്ല. ഇനി അടുത്ത ടൈമിൽ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ഈ 5 എന്നുള്ള കൗണ്ട്
നമ്മൾ എന്തിലേക്ക് പോവുക, 6ലേക്ക് പോവുക. അതായത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുകയാണ്, എണ്ണി. ഇനി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും സെയിം പ്രോസസ് 6 ഉള്ളത് നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ. ഇനി അതിനുശേഷം അടുത്തായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് 7 എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഓരോ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടിന്റെ കൗണ്ട് കൂട്ടി കൂട്ടി 10 വരെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എന്ത് ചെയ്യും, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് അങ്ങ് മാറാൻ തുടങ്ങും. മനസ്സിലായി? സാധാരണ നോർമൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെയല്ല ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞത്. ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നമ്മൾ നമ്മുടെ മനസ്സിൽ കൗണ്ട് ചെയ്തതിനേക്കാൾ ബെറ്റർ നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചോദിന് ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ സെക്കൻഡ് ടൈം ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്തും ഈ കയ്യിൽ തന്നെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ ഒരു 10, അതായത് ബ്രീത്ത് ഇൻ 10 എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ കൗണ്ട് കൂട്ടി കൂട്ടി ബ്രീത്ത് ഇൻ 10 ബ്രീത്ത് ഔട്ട് 10 എന്ന് പറഞ്ഞിരിക്കുന്ന കൗണ്ട് വരെ നമ്മൾ ചെയ്യുന്ന സമയത്തേക്ക് നമ്മളുടെ ആ ഒരു വെപ്രാളം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി മാറും. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 10-15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. മനസ്സിലായോ? ഇതാണ് ഏറ്റവും ഇതിനകത്ത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾ ഈ നിങ്ങളുടെ മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഈ ബ്രീത്തിങ് ടെക്നിക്കും ഒക്കെ ചെയ്ത് നിങ്ങൾ ഒരുവിധം നിങ്ങളുടെ സ്ട്രെസ്സും ഇതെല്ലാം മാറി ഒരുവിധം നിങ്ങൾ പുതിയൊരു വ്യക്തിയായി എന്നിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഉത്തമമായിട്ടൊരു ബോധ്യം വരും. ഒരു 10 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങും. ആ ബോഡിയിലെ ചേഞ്ചസ് ഉണ്ടാവുന്നതനുസരിച്ച് നിങ്ങളുടെ കൺട്രോളിങ് മസിൽസ് മൈൻഡിൽ ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ അതിനനുസരിച്ച് പതുക്കെ പതുക്കെ നിങ്ങൾ പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാറണമെന്നിട്ടുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ എഴുതി വെക്കും. ഒരു ഡയറി എടുത്തിട്ട് ഇന്ന ദിവസം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങൾ ആ ഫസ്റ്റ് 1 മുതൽ 15 ദിവസം വരെ കൃത്യമായിട്ട് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. മെഡിറ്റേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, ബ്രീത്തിങ് ടെക്നിക്കും കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ബ്രീത്തിങ് ടെക്നിക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസൈറ്റി ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് മരുന്നൊന്നും എടുക്കാതെ തന്നെ നിങ്ങളുടെ നോർമലായിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടാനും അതുപോലെ തന്നെ പല പല രീതിയിലാണ് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്രീത്തിങ് ടെക്നിക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ അഫോർമേഷൻസും പറഞ്ഞ് നമ്മൾ പുതിയൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ചെറുതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ അടുത്ത ഒരു സ്റ്റെപ്പിലെ ആ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ. നിങ്ങൾ ഒരു ഈ രാത്രിയിലോ രാവിലെയോ എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവുന്നത് ഈ ഡയറി എടുക്കുക വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുറ്റത്തുനിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് കൃത്യമായിട്ട് റിവേഴ്സിലെത്തുന്നു, ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നു, അതിനുശേഷം റോഡിലേക്ക് ഇറക്കി പോകുന്നു, നല്ല വൃത്തിയായിട്ട് പോകുന്നതായിട്ടും എല്ലാം നിങ്ങളൊരു 3-4 പ്രാവശ്യം ശരിക്കും വിഷ്വലൈസ് ചെയ്യുക ഒരു ദിവസം. അതാണ് സെക്കൻഡ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വിഷ്വലൈസേഷൻ ഭയങ്കര പവർഫുൾ ആണ്. നിങ്ങൾ മാനസികമായിട്ട് എന്ത് ചെയ്യുവാണ്, അതിനെതിരെ തയ്യാറെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അത് 2 വീലർ ആയിക്കോട്ടെ 4 വീലർ ആയിക്കോട്ടെ, നിങ്ങളത് മാനസികമായിട്ട് അതിനെ അതുകൊണ്ട് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് ആ രീതിയിലുള്ള മസിൽസും നിങ്ങൾക്ക് ഓക്കെ ആയി വരികയാണ്. അതിന് നിങ്ങളൊരു 15 ഡേയ്സ് എടുക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ വിഷ്വലൈസേഷൻ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ചെറുകെ നിങ്ങളുടെ ആ ഒരു എക്സ്പോസർ എന്ന് പറഞ്ഞിരിക്കുന്ന തെറാപ്പിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുകയാണ്. റിയലി നമ്മുടെ ആ വണ്ടിയിലോട്ട് പോയിട്ട് ആ വണ്ടിയുടെ ഹാൻഡിലും അതുപോലെ തന്നെ ഗിയറും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അതിനെ ഒന്ന് നമ്മളുടേതാക്കി, അതായത് അതിനെ ഒന്ന് ശരിക്കും നമ്മൾ തൊട്ടറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡേയിൽ ചെയ്യുക. സെക്കൻഡ് ഡേ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരിക്കും റിയൽ ആയിട്ട് നമ്മൾ അതിനൊന്ന് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ ദിവസം കുറച്ച് വണ്ടി ഒന്ന് ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇച്ചിരി ബാക്കിലോട്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. ഇനി ആദ്യത്തെ ദിവസം നമ്മളൊരു ജസ്റ്റ് കുറച്ച് ഇറക്കി നമ്മുടെ വീടിന് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ചൊന്ന് ഒരു 50 മീറ്റർ ഓടിക്കത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരിക. ഇനി പിറ്റേ ദിവസം ആ പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് അത് 100 ആക്കുക. അപ്പൊ ഇങ്ങനെ ക്രമേണ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്ത് അത് എക്സ്പോസർ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് അത്രയും ദിവസം കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ പേടിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഫോബിയ ഈസി ആയിട്ട് ഈ CBT എന്ന് പറഞ്ഞിരിക്കുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് CBT എന്ന് പറഞ്ഞിരിക്കുന്ന തെറാപ്പി ഉപയോഗിച്ച്
നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾക്കകത്ത് ഫസ്റ്റ്ലി വേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ ചെയ്യുക. ബ്രീത്തിങ് തെറാപ്പി അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ടെൻഷനും ഫിയറും ഒക്കെ മാറും. അതിനുശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ്. അവിടെ നിങ്ങൾ മാനസികമായിട്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. മൂന്നാമത്താണ് എക്സ്പോസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ചെറിയ വണ്ടിയുമായി ബന്ധപ്പെട്ട് ആ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ചെറുകെ മാനസികമായിട്ട് തയ്യാറെടുത്ത് അതിനോടൊപ്പം ആ വണ്ടി നമ്മൾ ശരിക്കും കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര ഫോബിയാസ് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിലും നമ്മൾ ആഗ്രഹിക്കുന്ന പല രീതിയിലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ പേടി മൂലം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.